ഇസ്രയേലുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഉപാധി വെച്ച സൗദി. ഗാസയിൽ പൂർണ്ണ വെടിനിർത്തലിനാണ് സൗദി ആദ്യ പരിഗണന നൽകുന്നതെന്ന് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം സംബന്ധിച്ച ചോദ്യത്തിന് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് മറുപടി നൽകി. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന നിലപാട് സൗദി ആവർത്തിച്ചു. റഷ്യ സന്ദർശിക്കുന്നതിനിടെയാണ് സൗദി വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഇസ്രയേലുമായി കൈകോർക്കില്ലെന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സൗദി വ്യക്തമാക്കി. ഇസ്രയേൽ ഗാസയെ ഞെരിച്ചു കൊല്ലുന്നതാണ് കാണുന്നത്. ഇത് അനിവാര്യവും അംഗീകരിക്കാൻ കഴിയാത്തതും ആണെന്നും നിർത്തണമെന്നും സൗദി ആവശ്യപ്പെട്ടു. US മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ കരാറിനോട് അനുകൂല സമീപനവുമായി ഹമാസ് രംഗത്തെത്തിയിരുന്നു. 60 ദിവസത്തെ വെടിനിർത്തലിനായി ഉടനടി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞിരിക്കുകയാണ്. വെടിനിർത്തൽ നിലവിൽ വരുന്നതോടുകൂടി ഗാസയിൽ അടിയന്തരമായി സഹായം എത്തിക്കാൻ കഴിയും. സ്ഥിരമായ വെടിനിർത്തലിലേക്ക് നയിക്കുന്നതാവണം ഈ ചർച്ചകളെന്ന ഉറപ്പ് വേണമെന്നും ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. പലസ്തീനിലെ മറ്റ് വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രഖ്യാപനമുണ്ടായത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US-ലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നതിന് മുൻപേ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. വിഷയത്തിൽ ഇസ്രായേലും US-ഉം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഹമാസിന്റെ നിരായുധീകരണം നടപ്പാക്കണമെന്ന നിലപാടാണ് ഇസ്രായേലിന്റേത്. എന്നാൽ ഹമാസ് ഇത് അംഗീകരിക്കുന്നുമില്ല. ഒരു പോസിറ്റീവ് മറുപടി ഉണ്ടാകുമെന്ന് ഹമാസ് അറിയിച്ചുവെന്ന് വെള്ളിയാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിലെ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. അടുത്തയാഴ്ചയോടെ ഗാസ ഡീൽ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെടിനിർത്തലിനായി ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങളും ശ്രമം നടത്തുന്നുണ്ട്. വെടിനിർത്തലിനരികിലാണെന്നും ഹമാസിന്റെ ചില ആവശ്യങ്ങളിൽ ഇനിയും ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും ഇരു രാജ്യങ്ങളും അറിയിച്ചിരിക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തൽ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് വഴിയൊരുക്കുമെന്ന് സുരക്ഷാ ഉറപ്പ് നൽകണമെന്ന് ഹമാസ് മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. മധ്യസ്ഥർ കൈമാറിയ സമാധാന കരാർ നിർദ്ദേശങ്ങൾ വിശദമായി പഠിക്കുകയാണെന്ന് ഹമാസും അറിയിച്ചു. ഗാസക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് നരകയാതന പേർന്ന പലസ്തീനികളുടെ സുരക്ഷ താൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് മറുപടിയും നൽകി. അതേസമയം യുദ്ധാനന്തരം ഗാസ ഏറ്റെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കുകയും ഗാസക്കാരെ അറബ് രാഷ്ട്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുമെന്നത് ട്രംപിന്റെ നിർദ്ദിഷ്ട ഗാസ പുനരധിവാസ പദ്ധതിയാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 57,268 പേർ കൊല്ലപ്പെടുകയും 1,35,625 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ 1,139 പേരാണ് കൊല്ലപ്പെട്ടത്. 251 പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇനി 20-ൽ പരം ബന്ദികൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇസ്രയേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 38 പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ 20 പേർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ ഗാസയിലെ മുവാസിയിൽ 18 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഗാസയിലുടനീളം 130 ലക്ഷ്യസ്ഥാനത്താണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, ലോഞ്ചറുകൾ, മറ്റ് കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.